സെപ്റ്റംബർ 5 വ്യാഴാഴ്ച. ലൂക്ക 5:1-11 വാക്യങ്ങൾ. ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. ഒരു വൈദികൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ പല മുഖങ്ങളുമാണ് അതിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. തങ്ങളുടെ അർപ്പണം പുതുക്കാനും മറ്റ് മനുഷ്യരെ പൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ സിനിമ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നത് നാം കാണുന്നു. ഗലീലി തടാകക്കരയിൽ നിൽക്കുമ്പോൾ കരയിൽ 2 വള്ളങ്ങൾ കണ്ടു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് വന്നതേയുള്ളൂ. യേശു അവരുടെ അടുത്ത് ചെന്ന് ശിമയോൻ്റെ പടകിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലെ വള്ളം നീക്കിയിടാൻ ശിമയോനോട് ആവശ്യപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് യേശു ജനക്കൂട്ടത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു തൻ്റെ പ്രബോധനം പൂർത്തിയാക്കിയപ്പോൾ ശിമയോനോട് ആഴത്തിലുള്ള വെള്ളത്തിൽ വല ഇറക്കാൻ പറഞ്ഞു. യേശുവിനോടുള്ള ശിമയോൻ്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് അവൻ അല്പം കോപത്തിലായിരുന്നു എന്നാണ്. അവൻ സംശയത്തോടെ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ മീൻ പിടിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും അങ്ങയുടെ കൽപ്പന പോലെ ഞാൻ ചെയ്യാം. നമുക്കറിയാവുന്നതുപോലെ അന്ന് അവർ വളരെയധികം മത്സ്യങ്ങളെ പിടിച്ചു. അവരുടെ വലകൾക്ക് ആ മീനിൻ്റെ ബാഹുല്യ നിമിത്തം ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. വല കീറാൻ തുടങ്ങി. ശിമയോനും മറ്റുള്ളവരും മറ്റ് ബോട്ടുകളിലുള്ളവരെ സഹായിക്കാൻ വിളിച്ചു. എല്ലാവരും അന്നത്തെ ആ മീനിൻ്റെ വലിപ്പവും എണ്ണവും കണ്ട് അമ്പരന്നു. ഇത്രയധികം മത്സ്യങ്ങളെ അവർ അടുത്ത കാലത്തെങ്ങും പിടികൂടിയിരുന്നില്ല. അത്ഭുതവും ഭയവും മൂലം ശിമയോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. യേശു അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. ശിഷ്യന്മാർ ഈ അത്ഭുതത്തിൽ വളരെ ആശ്ചര്യപ്പെട്ടു. അവർ തങ്ങളുടെ കുടുംബവും വീടും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളും കണ്ണുകളും തുറന്നിരിക്കട്ടെ. യേശുവിൻ്റെ ദാനത്തിൻ്റെ സമൃദ്ധി തിരിച്ചറിയാം. അത് മറ്റുള്ളവരിൽ നിന്ന് നാം അനുഭവിക്കുന്ന സ്നേഹവും കരുതലുമായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ദിവസം നന്നായി പോകുന്നു, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയാകാം. പലരും തങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നത് ശ്രദ്ധിക്കുന്നതിന് പകരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ തെറ്റ് സംഭവിക്കാം. പക്ഷേ നന്നായി പോകുന്നതിന് എത്രയോ നല്ല ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ജാഗ്രതയെ പാലിക്കാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ഉള്ളവരായിരിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.